അർജുൻ ആയങ്കി കരുതൽ തടങ്കലിൽ. സുഹൃത്തിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴാണ് അർജുൻ ആയങ്കിയെ കരുതൽ തടങ്കലിലെടുത്തത്. പുന്നക്കാടുള്ള റിസോർട്ടിൽ വെച്ച് കോതമംഗലം പോലീസാണ് അർജുൻ ആയങ്കിയെയും സുഹൃത്തുക്കൾ അടക്കമുള്ളവരെയും കസ്റ്റഡിയിലെടുത്തത്. കസ്റ്റഡിയിലുള്ളവരിൽ മരട് അനീഷിന്റെ കൂട്ടാളികളുമുണ്ട്. അർജുൻ ആയങ്കി എന്തിനാണ് കോതമംഗലം സ്റ്റേഷൻ പരിധിയിൽ എത്തിയതെന്ന് അന്വേഷിക്കുമെന്ന് പോലീസ് അറിയിച്ചു. നേരത്തെ ഡിവൈഎഫ്ഐ അഴീക്കോട് കപ്പക്കടവ് യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നു അർജുൻ ആയങ്കി. CPIM ലീഗ് CPIM BJP സംഘർഷങ്ങളിൽ പ്രതിസ്ഥാനത്തുണ്ടായിരുന്ന അർജുൻ ആയങ്കി ലഹരിക്കടത്ത് സംഘങ്ങളുമായി അടുത്തതോടെ ഡിവൈഎഫ്ഐ ഇയാളെ പുറത്താക്കുകയായിരുന്നു. N. പ്രശാന്ത് IAS ചീഫ് സെക്രട്ടറിയുടെ നോട്ടീസ്. സസ്പെൻഷനിൽ കഴിയുന്ന IAS ഉദ്യോഗസ്ഥൻ N. പ്രശാന്തിനെതിരെ വീണ്ടും അച്ചടക്ക നടപടി. അനുമതിയില്ലാതെ മാധ്യമങ്ങളോട് സർക്കാരിനെ വിമർശിച്ച് സംസാരിച്ചതിനാണ് പുതിയ നടപടി. ഇതോടെ പ്രശാന്തിനെതിരെ സ്വീകരിക്കുന്ന നടപടി 8ാം തവണയായി മാറി. റിവ്യൂ കമ്മിറ്റി ചേരാനിരിക്കെയാണ് പുതിയ നീക്കം എന്നത് ശ്രദ്ധേയമാണ്. ചീഫ് സെക്രട്ടറി പ്രശാന്തിന് നോട്ടീസ് നൽകുകയും വിശദീകരണം തേടുകയും ചെയ്തു. ഇതിനകം തന്നെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത നിലയിലാണ് അദ്ദേഹം തുടരുന്നത്. കർണാടക ഗുണ്ടൽപേട്ടിൽ വാഹനാപകടത്തിൽ മലയാളികൾക്ക് ദാരുണാന്ത്യം. കണ്ണൂർ സ്വദേശികളായ മുനീർ, മുനീറ, മോഹിസിദാൻ എന്നിവരാണ് മരിച്ചത്. ഊട്ടിയിലേക്ക് വിനോദയാത്രയ്ക്ക് പോയ സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. മലയാളി സംഘം സഞ്ചരിച്ച കാർ ലോറിയുമായി കൂട്ടിയിടിച്ചായിരുന്നു അപകടം. ഇന്ന് രാവിലെയാണ് അപകടമുണ്ടായത്. ഗുണ്ടൽപേട്ടിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്റർ അകലെ വെച്ചായിരുന്നു സംഭവം. കാറിലുണ്ടായിരുന്ന 5 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അപകടത്തിൽപ്പെട്ട കുട്ടിയെ മണിപ്പാൽ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും രക്ഷിക്കാനായില്ല. കണ്ണൂർ ആറളത്ത് പോലീസുകാരൻ റോഡരികിൽ മരിച്ച നിലയിൽ. കോഴിക്കോട് കാക്കൂർ സ്റ്റേഷനിലെ CPO ഷാമിൽ റഹ്മാനാണ് മരിച്ചത്. സുഹൃത്തിന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനായി കണ്ണൂരിലെത്തിയതായിരുന്നു. കാണാതായതിനെ തുടർന്ന് നടത്തിയ തെരച്ചിലിനിടെ രാവിലെ റോഡരികിൽ മരിച്ച നിലയിൽ കാണുകയായിരുന്നു. ബൈക്ക് അപകടത്തിൽപ്പെട്ടായിരിക്കാം മരണം സംഭവിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. സംഭവത്തിൽ വിശദമായ പരിശോധന നടത്തുമെന്ന് പോലീസ് അറിയിച്ചു. പൂഞ്ഞാറിൽ മികച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് PC ജോർജ്. ആർക്കെങ്കിലും തർക്കമുണ്ടെങ്കിൽ അവരുമായി 1 കോടി രൂപ പന്തയം വെക്കാൻ തയ്യാറാണെന്നും പാലയിൽ ഷോൺ ജോർജ് ജയിക്കുമെന്നും PC ജോർജ് പറഞ്ഞു. കേരളത്തിൽ BJP മികച്ച മുന്നേറ്റം നടത്തുമെന്നും രാജീവ് ചന്ദ്രശേഖർ മികച്ച നേതാവാണെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിന് പുറത്ത് CPM-ഉം കോൺഗ്രസും ഒന്നാണ്. ഇത്തവണ കേരളത്തിലും അവർ ഒന്നിക്കട്ടെ. BJP പ്രതിപക്ഷത്തിരിക്കാം. അടുത്ത തെരഞ്ഞെടുപ്പിൽ BJP ഒറ്റയ്ക്ക് ഭരിക്കുമെന്നും PC ജോർജ് പറഞ്ഞു.